ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഇൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ വൺ ഫിംഗർ വെച്ച് അതെന്തെന്ന് പറയുന്നത് ഇതുപോലെ അറിയാം. നമ്മൾ കാര്യം ചെയ്യാം, വൺ ഫിംഗർ ബാഡ്മിന്റൺ ചാലഞ്ച്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിന് വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ 5 ലെവലുണ്ട്. അപ്പൊ എല്ലാവർക്കും 3 ചാൻസ് വീതം കിട്ടും. 3 ചാൻസ് ഇല്ല, പ്രശ്നം ചാൻസ് ഇല്ല. 3 ചാൻസ് വേണ്ട. ഓക്കെ, ചാൻസ് ആർക്കും ഇല്ല. 5 റൗണ്ട് ഉണ്ട്. ആര് ജയിക്കും ഈസ് ദ വിന്നർ. ജയിക്കുന്ന ആൾക്ക് തോക്കുന്ന ആൾക്ക് ഒരു ചാലഞ്ച് കൊടുക്കാം, പണിഷ്മെന്റ് കൊടുക്കാം. യെസ്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ലെവൽ 1 എടുക്കാം. ലെവൽ 1 എന്ന് പറഞ്ഞാൽ വേണ്ട ഇവിടെ നിൽക്കും ആ ഗേറ്റ് വരെ, അതാണ് ലെവൽ 1. അപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒന്നിൽ രണ്ടിനും ഡ്രോ ആയ അടുത്ത റൗണ്ടിലോട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ ഡ്രോ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ റൗണ്ട് ഒന്നുകൂടി റീട്രൈ ചെയ്യും. ഇതിനകത്ത് വിന്നറിനെ കിട്ടുന്നവരെ. അപ്പം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് പോണ ആള്. അത് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ടൈം പ്ലീസ്. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ലെവലിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ലെവലിലോട്ട് പോവാം. സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ആര് ആദ്യം ആ ഗേറ്റിനോട് ഓടിയെത്തും, നോ ചാൻസസ്. അതാണ് ഇതിന്റെ സ്പെഷ്യൽ. ഒന്നിനും ഞാൻ ഈ റൗണ്ടിൽ നമ്മൾ വേണ്ടി ആരെങ്കിലും ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ലെവലിലോട്ട് പോവാം. 3, 2, 1 ഗോ. എനിക്ക് തോന്നി വണ്ടി പോകാൻ ഞാൻ ഓടുന്നു. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, അപ്പം നേരത്തെ വേണ്ടി ഉടായ്പ കാണിച്ചു. അപ്പൊ ഞാൻ വീഡിയോ ഇപ്പൊ റീചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. നൈസായിട്ട് ഇങ്ങനെ പോയി. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാന്നുള്ളത് ഈ സൈഡിൽ ഒന്നും പറയില്ല ഗൈസ്. ഇപ്പൊ ഉടായ്പാണ് വേറെ ഉടായ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ 2 റൗണ്ട് ജയിച്ചിരിക്കുന്നു. അപ്പൊ ഇനി 3ാമത്തെ ലെവലിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ തേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് പോണം. മീൻസ് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കാനും പാടില്ല. പിന്നെ വീഴാം. പിന്നെ പറയണ്ട ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ആവും. ആദ്യം എത്തണാണ് അല്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇവന്റെ ബാറ്റ് ഇത് 200-300 ഭാഷയാണ് വീഴുന്നത്. സത്യം പറയാൻ ഒരു ഗതിയായി. ശിവനും കുറെ എണ്ണം തള്ളിയിട്ടെ. ഞാൻ 3. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. 3, 2, 1 സ്റ്റാർട്ട് ചെയ്തില്ല. ഉടായിപ്പാണെന്ന് എനിക്കറിയില്ല. ആദ്യമേ പോകും. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. ഗേറ്റിക്കൊണ്ടിരിക്കണം.
ഫൗളില്ല. മുന്നാലും ഫൗളില്ല, തിരിഞ്ഞാലും ഫൗളില്ല. പക്ഷെ ബാക്കിൽ പിടിക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമ്മളെ ലാസ്റ്റ് ലെവലാണ് ഗൈസ്. കാര്യം ഇപ്പം 2-1 ഗൈസ്. ഇത് ഗൈസ് ഇപ്പം 1, ഞാൻ 2. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് 4th ആൻഡ് ലാസ്റ്റ് 5th ലെവല് വേണ്ടെന്ന് വിചാരിച്ചു ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ അല്ല, ഇത് ഡ്രോ ആയ 5th ലെവൽ എന്തായാലും വെച്ചാലേ പറ്റൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഇതുവഴി കറങ്ങി അവിടെ ഫസ്റ്റ് എത്തണ ആള് ഇതുവഴി ഇങ്ങനെ വെള്ളം പിടിച്ചോണ്ട് പോയി കറങ്ങി ഫസ്റ്റ് എത്തണ ആള് ജയിക്കും. ഫസ്റ്റ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ആള് ജയിക്കും. അതാണ് ഈ ചാലഞ്ച്. അപ്പൊ നമുക്ക് ചാലഞ്ചിലോട്ട് പോയി അല്ല, നീയാണ് കൂടുതൽ സർവൈവ് തീർന്നു. ആദ്യമേ പോയി ഞാൻ തിരിച്ചു. അപ്പം 2-2 ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാലഞ്ച്. ഇപ്പം ഡ്രോ ആയിരിക്കുകയാണ്. അപ്പം 5ാമത്തെ റൗണ്ടും കൂടെ ഉണ്ട്. അഫ്കോഴ്സ് അപ്പൊ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ നേരം സർവൈവ് ചെയ്ത് നിൽക്കുന്നത് ആരാണ് നോക്കാം. ഇതിലാര് ജയിക്കോ അവരാണ് റിയൽ വിന്നേഴ്സ്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നോട്ടേക്ക് ഞാനും അതിൻ പിറകെ പോക്ക് തലവരയത് എങ്ങോട്ടേക്ക് സ്ഥിതിഗതി വിധി വരച്ചൊരു കൊലച്ചതി അത് തിരയുമ്പോൾ ഒരു പിടി മറുപടി കഥ പറഞ്ഞതു മതി ഇനി തലവിധി മാറ്റാൻ തുടങ്ങുമ്പോൾ ഒടുക്കത്ത് തിരിച്ചടി സരിഗമപദനിസ അത് നമ്മൾക്കറിയില്ല അറിയില്ലേൽ പറയില്ല ഉണ പറയില്ലെന്നറിയാല ഉപദേശം പോകൂല ഒരു ലെവലേശം അത് വേകൂല എന്റെ നേർക്ക് പോന്നതിന്റെ കാര്യം പോക്ക ഇത് എന്റെ സ്വന്തം വാക്ക ഇപ്പൊ നടക്കുവാൻ അത് നമ്മൾക്കറിയില്ല സരിഗമപദനിസ അത് നമ്മൾക്കറിയില്ല അറിയില്ലേൽ പറയില്ല ഉണ പറയില്ലെന്നറിയാല ഉപദേശം പോകൂല ഒരു ലെവലേശം അത് വേകൂല എന്റെ നേർക്ക് പോന്നതിന്റെ കാര്യം പോക്ക ഇത് എന്റെ സ്വന്തം വാക്ക ഇപ്പൊ നടക്കുവാൻ നീ ഔട്ടായില്ല. മതി മതി മതി.
36, 37, 38, 39, 40, 41, 42, 43. അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുന്നു ഗോയ്സ്. ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ നീ ജയിച്ചു ഗൈസ്. അപ്പം ഇവനൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ? അപ്പൊ പണിഷ്മെന്റ് കൊടുക്കാം. ഇവനെ ഓട്ടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. 10 വർഷം ചെയ്യും. ഓക്കെ 3, 4, 5 സ്കൂളിൽ ചെയ്യിപ്പിക്കോ? ഇതാണ് എക്സസൈസ് ആണല്ലേ. 9 പണിഷ്മെന്റ്. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽബട്ടൺ അമർത്തുക. നമ്മുടെ ക്യാമറാമാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആനിമേഷൻ ചെയ്ത് കൊടുത്തോ. അന്വേഷിച്ച് നിങ്ങൾ നല്ല ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടല്ലോ, അപ്പൊ ലിങ്കിൽ കയറി പോയാൽ മതി. പിന്നെ എന്റെ ചാനല് ആരും സബ് ചെയ്യാൻ മറക്കല്ലേ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. അത് കൂടാതെ ഞാൻ കമന്റിൽ എന്റെ ഇതിട്ടേക്കാം, കമന്റ് ഇട്ടേക്കാം. എല്ലാരും കയറി ഒന്ന് ഫേവർ ആക്കുക. ഓക്കെ, അപ്പം ബൈ. എങ്ങോട്ട് ഹലോ ഗയ്സ്. അപ്പം ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുന്നു. സമ്മർ സീസൺ അല്ലേ, കുടിക്കണം ജ്യൂസ്. ചൂടെടുത്തിട്ട് ഗതിയായിരിക്കുന്നു. തിങ്ങ ചെയ്യാം. ഫുള്ളിരിക്കണം. മയ്യ എന്തൊക്കെ ചെയ്യടാ. ചാർജ് ഇപ്പം തീരുവാടാ പെട്ടെന്ന്. യൂട്യൂബ് സ്ഥലം കണ്ടോണ്ട് ചെയ്യും. നീ ഓടൂല. കൊടിയാണോ? ശരി. നീ ഓടൂല. ചെയ്